പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് സ്വയം മോചിപ്പിക്കാനോ മറ്റൊരു ജെൻഡർ സ്വന്തമാക്കാനോ ഉള്ള ശക്തമായ ആഗ്രഹം ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ജെൻഡർ ഡിസ്ഫോറിയയെ കുറിച്ച് ഇന്ന് കൗമാരക്കാർ പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ശാരീരികമായ ജെൻഡറും അവർ തിരിച്ചറിയുന്ന ജെൻഡറും തമ്മിലുള്ള വൈരുദ്ധ്യമാണിത്. ഇതൊരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ്. ഇത് അറിയപ്പെട്ടിരുന്നത് ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ എന്നാണ്. ഡിസ്ഫോറിയയുടെ ലക്ഷണങ്ങൾ പലരിലും വ്യത്യാസപ്പെട്ടിരിക്കും. പ്രധാന ലക്ഷണങ്ങളായി കാണുന്നത് ജനന സമയത്ത് നിയുക്തമാക്കിയ ജെൻഡറിൽ നിന്ന് വ്യത്യസ്തമായ ജെൻഡറാണ് തൻ്റേതെന്ന ശക്തവും സ്ഥിരവുമായ തിരിച്ചറിയൽ. ഫിസിക്കലി ഉള്ള ലൈംഗിക സവിശേഷതകളുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാനാവാതെ അസ്വാസ്ഥ്യങ്ങളും ഡീപ്പ് ഡിസ്ട്രെസ് കാണപ്പെടുക. പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് സ്വയം മോചിപ്പിക്കാനോ മറ്റൊരു ജെൻഡർ സ്വന്തമാക്കാനോ ഉള്ള ശക്തമായ ആഗ്രഹം ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. എക്സ്പീരിയൻസ്ഡ് ജെൻഡറും അസൈൻഡ് സെക്സും തമ്മിലുള്ള പൊരുത്തക്കേട് തൊഴിൽപരമായും സാമൂഹികമായും ജീവിതത്തിന്റെ മറ്റു മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കാണാം. ജെൻഡർ ഡിസ്ഫോറിയയുടെ കാരണങ്ങൾ പൂർണ്ണമായും വ്യക്തമല്ലെങ്കിലും ജീവശാസ്ത്രപരവും മാനസികവും സാമൂഹികവുമായ ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. പ്രസവത്തിനു മുമ്പുള്ള ഹോർമോൺ സ്വാധീനം, ജനിതക ഘടകങ്ങൾ, തലച്ചോറിന്റെ ഘടനയിലെ വ്യത്യാസങ്ങൾ ഇവ ബയോളജിക്കൽ ഫാക്ടേഴ്സായി പറയപ്പെടുന്നു. മനഃശാസ്ത്രപരമായ ഘടകങ്ങളായി പറയുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങളും ജെൻഡർ ഐഡന്റിറ്റിയുടെ ഡെവലപ്മെന്റുമാണ്. ചില വ്യക്തികൾക്ക് ലിംഗപരമായ ഡിസ്ഫോറിയ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടാം. മറ്റുള്ളവർക്ക് അത് പിന്നീട് അനുഭവപ്പെടാം. സമൂഹത്തിലെ സ്വീകാര്യതയും തിരസ്കരണവും ലിംഗവിഭ്രാന്തിയുടെ തീവ്രതയെയും പ്രകടനത്തെയും ബാധിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. രോഗനിർണയത്തിന് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സമഗ്രമായ വിലയിരുത്തൽ ആവശ്യമാണ്. ക്ലിനിക്കൽ ഇന്റർവ്യൂവിൽ അവരുടെ ജെൻഡർ ഐഡന്റിറ്റി, അനുഭവപ്പെടുന്ന വൈഷമ്യങ്ങൾ, ഇത് അവരുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നൊക്കെ ചർച്ച ചെയ്യും. പിന്നീട് അസസ്മെന്റ് ടൂളുകൾ ഉപയോഗിച്ച് ജെൻഡർ ഡിസ്ഫോറിയയുടെ സാന്നിധ്യവും തീവ്രതയും വിലയിരുത്തും. ചില സന്ദർഭങ്ങളിൽ രോഗലക്ഷണങ്ങൾക്ക് കാരണമായേക്കാവുന്ന മറ്റ് അവസ്ഥകൾ ഒഴിവാക്കാൻ ഒരു മെഡിക്കൽ മൂല്യനിർണ്ണയം നടത്താം. ചികിത്സ വളരെ വ്യക്തിഗതമാണ്. കൂടാതെ മാനസികവും വൈദ്യശാസ്ത്രപരവും സാമൂഹികവുമായ ഇടപെടലുകളും ആവശ്യമാണ്.